ഹലോ. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പോലും, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും, അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊന്നും കേൾക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ശരിയല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അതായത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം നിങ്ങൾ സമയത്തിന് അതൊന്ന് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, പിന്നീടുള്ള കാലഘട്ടത്തിൽ നിങ്ങളതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നിങ്ങളെ ആരും കേട്ടു എന്ന് വരില്ല. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്ന ആ ഓരോ കാര്യങ്ങളും അത് ഓവർഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ എത്രയൊക്കെ തന്നെ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും, നമ്മളെ എത്രയൊക്കെ തന്നെ സത്യം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ പോലും ശരിക്കും മറ്റുള്ളവർ അതൊരു ഹാർഡായിട്ടേ അവർക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്താ പറയാനാ, നമ്മൾക്ക് ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ്, നമ്മൾ അത്രയും നാൾ നമ്മൾ കൊണ്ടു നടന്ന ആ ഒരു ഇമോഷൻസ് അത് ഓവർഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ്. ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചതെല്ലാം കൈവിട്ട് പോകുമ്പോഴേ ഒരിക്കലും നമുക്ക് സോഫ്റ്റായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ സേഫ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയും. നമ്മൾ നമ്മളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗം നമ്മൾ സേഫ് ആക്കുക, നമ്മളെ സേഫ് ആക്കി നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം ഇനിയും ആരെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമുണ്ടെങ്കിലും അത് ആരും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനകത്ത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഈ കൊണ്ട് നടക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഓവർഫ്ലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ ശരിയാവത്തില്ല, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി ശരിയാവത്തില്ല. അപ്പോഴാണ് നിങ്ങളെ ആരും കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സേഫാക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെയാണ് നമ്മളെ സേഫാക്കുന്നത്? ഒരുപാട് ടിപ്സുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ സേഫാക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.